51ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാര പ്രഖ്യാപനത്തിൽ രൂക്ഷ വിമർശനവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. വിവാദമായ ദി കേരള സ്റ്റോറി എന്ന സിനിമയ്ക്ക് മികച്ച സംവിധായകനുള്ള പുരസ്കാരമടക്കം പ്രഖ്യാപിച്ചതിലാണ് മുഖ്യമന്ത്രിയുടെ വിമർശനം. കേരളത്തെ അപകീർത്തിപ്പെടുത്താനും വർഗീയത പടർത്താനും നുണകളാൽ പടുത്ത ഒരു സിനിമയ്ക്ക് പുരസ്കാരങ്ങൾ സമ്മാനിച്ചതിലൂടെ മതസാഹോദര്യത്തിനും ദേശീയോദ്ഗ്രഥനത്തിനുമായി നിലകൊണ്ട ഇന്ത്യൻ സിനിമയുടെ ശ്രേഷ്ഠ പാരമ്പര്യത്തെയാണ് അവാർഡ് ജൂറി അവഹേളിച്ചിരിക്കുന്നതെന്ന് മുഖ്യമന്ത്രി വിമർശിച്ചു. വർഗീയ അജണ്ട നടപ്പാക്കാനുള്ള ആയുധമായി ചലച്ചിത്രത്തെ മാറ്റുക എന്ന സംഘപരിവാർ അജണ്ടയാണ് ഇതിലൂടെ അവർ നടപ്പാക്കുന്നത്. ഈ നടപടിക്കെതിരെ ശക്തമായി പ്രതിഷേധിക്കുന്നുവെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. കലയെ വർഗീയത വളർത്താനുള്ള ആയുധമാക്കി മാറ്റുന്ന രാഷ്ട്രീയത്തിനെതിരെ അണിനിരക്കണമെന്ന് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. അതേസമയം ചവറ്റുകൊട്ടയിലിടേണ്ട സിനിമയാണ് ദ കേരള സ്റ്റോറി എന്ന വിമർശനമാണ് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ മുന്നോട്ട് വെച്ചത്. ദുഷിച്ച അജണ്ടയാണ് സിനിമ മുന്നോട്ട് വെക്കുന്നതെന്നും മനോഹരമായ തന്റെ സംസ്ഥാനത്തെ അപകീർത്തിപ്പെടുത്തുന്നുവെന്നും വേണുഗോപാൽ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചു. BJP എങ്ങനെയാണ് വിദ്വേഷത്തെ സ്പോൺസർ ചെയ്യുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നത് എന്നതിന്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണ് ഈ ചിത്രത്തിന് ലഭിച്ച ദേശീയ അവാർഡ് എന്നാണ് വേണുഗോപാൽ തുറന്നടിച്ചത്. സ്വന്തം രാജ്യത്തെ സർക്കാരിൽ നിന്ന് നേരിട്ട ഈ അപമാനം കേരളം ഒരിക്കൽ സഹിക്കില്ലെന്നും കേരളത്തിലെ സ്നേഹവും സാഹോദര്യ മനോഭാവവുമുള്ള ജനങ്ങൾ BJPയെ കഠിനമായി ശിക്ഷിക്കുമെന്നും KC വേണുഗോപാൽ പറഞ്ഞു. മുസ്ലിങ്ങൾ പ്രണയം നടിച്ച് കേരളത്തിൽ നിന്നും 32,000-ഓളം പെൺകുട്ടികളെ മതം മാറ്റിയെന്ന കള്ളം പ്രചരിപ്പിച്ചാണ് ദി കേരള സ്റ്റോറി പ്രദർശനത്തിനെത്തിയത്. വിവാദമായതോടെ 3 പെൺകുട്ടികളിലേക്ക് അത് ചുരുക്കേണ്ടതായി വന്നു. വിപുൽ അമൃത്പാൽ ഷാ നിർമ്മിച്ച ദി കേരള സ്റ്റോറി എന്ന ഹിന്ദി ചിത്രം റിലീസ് ചെയ്തതിന് പിന്നാലെ വിവാദം പൊട്ടിപ്പുറപ്പെട്ടിരുന്നു. കേരളത്തിൽ നിന്നുള്ള ചില പെൺകുട്ടികൾ മതപരിവർത്തനത്തിന് വിധേയരാവുകയും തീവ്രവാദ സംഘടനയായ ISSൽ ചേരുകയും ചെയ്യുന്നുവെന്ന ആഖ്യാനമാണ് ചിത്രം മുന്നോട്ട് വെക്കുന്നത്. എന്നാൽ സിനിമയുടെ റിലീസിനോടനുബന്ധിച്ച് അണിയറ പ്രവർത്തകർ നടത്തിയ പ്രചാരണങ്ങൾ വൻ വിവാദങ്ങൾക്ക് വഴിവെച്ചു. ദി കേരള സ്റ്റോറിയുടെ ട്രെയിലർ റിലീസ് ചെയ്തപ്പോൾ അണിയറ പ്രവർത്തകർ, പ്രത്യേകിച്ച് സംവിധായകൻ സുദീപ്തോ സെൻ ചിത്രം 32,000-ഓളം കേരളീയ യുവതികൾ മതപരിവർത്തനത്തിന് വിധേയരായി ISSൽ ചേർന്നുവെന്ന വാദമുയർത്തി. ഈ കണക്ക് കേരളത്തിൽ നിന്നുള്ള സ്ത്രീകളെ മതപരിവർത്തനത്തിലൂടെ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നുവെന്ന് സിനിമ ആരോപിക്കുന്നതിന്റെ ഭാഗമായാണ് അവതരിപ്പിക്കപ്പെട്ടത്. ഈ വാദം വ്യാപകമായ വിമർശനങ്ങൾക്കിടയാക്കി. കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കളും സാമൂഹ്യ പ്രവർത്തകരും ഈ കണക്ക് വ്യാജവും അടിസ്ഥാനരഹിതവുമാണെന്ന് ചൂണ്ടിക്കാട്ടി. 32,000 എന്ന കണക്കിന് യാതൊരു ഔദ്യോഗിക അല്ലെങ്കിൽ വസ്തുതാപരമായ തെളിവുകളും ഉണ്ടായിരുന്നില്ല. സിനിമയുടെ പ്രചാരണം കേരളത്തെ അപകീർത്തിപ്പെടുത്താനും വർഗീയ ധ്രുവീകരണം സൃഷ്ടിക്കാനും ലക്ഷ്യമിട്ടിട്ടുള്ളതാണെന്ന് വിമർശകർ ആരോപിച്ചു. വിവാദങ്ങൾ ശക്തമായതോടെ ദി കേരള സ്റ്റോറിയുടെ അണിയറ പ്രവർത്തകർ ട്രെയിലറിന്റെ വിവരണത്തിൽ മാറ്റം വരുത്തി. 32,000 പെൺകുട്ടികളുടെ കഥ എന്ന വാദം കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 3 പെൺകുട്ടികളുടെ കഥ എന്നാക്കി തിരുത്തി. കൂടാതെ സിനിമയിൽ ചില വിവാദപരമായ സംഭാഷണങ്ങളും ഒഴിവാക്കപ്പെട്ടു. ഉദാഹരണത്തിന്, ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റുകൾ ഏറ്റവും വലിയ കാപട്യക്കാർ എന്ന ഡയലോഗും കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കൾ പൂജാ ചടങ്ങുകളിൽ ഭാഗമാകില്ല എന്ന വാചകവും ചിത്രത്തിൽ നിന്ന് നീക്കം ചെയ്യപ്പെട്ടു. സുപ്രീം കോടതിയിൽ ഈ വിഷയം ചർച്ചയ്ക്ക് വന്നപ്പോൾ സംവിധായകൻ സുദീപ്തോ സെൻ തന്റെ വാദങ്ങളിൽ ഖേദം പ്രകടിപ്പിക്കുകയും സിനിമയുടെ തുടക്കത്തിൽ ഒരു ഡിസ്ക്ലൈമർ ചേർക്കുകയും ചെയ്തു. 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ ദി കേരള സ്റ്റോറി 2 പ്രധാന അവാർഡുകളാണ് നേടിയത്. മികച്ച സംവിധായകനുള്ള പുരസ്കാരം സുദീപ്തോ സെന്നിനും മികച്ച ഛായാഗ്രഹണത്തിനുള്ള പുരസ്കാരവും. ഈ അവാർഡുകൾ പ്രഖ്യാപിച്ചതോടെ സിനിമയെക്കുറിച്ചുള്ള വിവാദങ്ങൾ വീണ്ടും ചർച്ചയായി. ദേശീയ പുരസ്കാരം ദി കേരള സ്റ്റോറിക്ക് ലഭിച്ചത് കേരളത്തിലെ രാഷ്ട്രീയ സാമൂഹിക വിഭാഗങ്ങളിൽ നിന്ന് ശക്തമായ വിമർശനങ്ങൾക്ക് വഴിവെച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയൻ ദി കേരള സ്റ്റോറി നുണകളാൽ പടുത്ത ഒരു സിനിമയാണെന്നും ഇത് കേരളത്തെ അപകീർത്തിപ്പെടുത്താനും വർഗീയ ധ്രുവീകരണം സൃഷ്ടിക്കാനും ലക്ഷ്യമിട്ടിട്ടുള്ളതാണെന്ന് വിമർശിച്ചു. ഇന്ത്യൻ സിനിമയുടെ മതസാഹോദര്യവും ദേശീയോദ്ഗ്രഥനവും പ്രോത്സാഹിപ്പിക്കുന്ന ശ്രേഷ്ഠ പാരമ്പര്യത്തെ ഈ പുരസ്കാരം അവഹേളിക്കുന്നുവെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. പ്രതിപക്ഷ നേതാവ് VD സതീശൻ, മന്ത്രി PM മുഹമ്മദ് റിയാസ് തുടങ്ങിയവരും ഈ അവാർഡിനെതിരെ രംഗത്തെത്തി. റിയാസ് സിനിമയെ കേരളത്തെ ദേശീയ തലത്തിൽ അപമാനിക്കാൻ ശ്രമിച്ച വിഷലിപ്തമായ വർഗീയ പ്രൊപ്പഗണ്ട എന്നാണ് വിശേഷിപ്പിച്ചത്. സോഷ്യൽ മീഡിയയിലും ദി കേരള സ്റ്റോറിയുടെ പുരസ്കാരത്തിനെതിരെ വ്യാപകമായ വിമർശനങ്ങൾ ഉയർന്നു. ദി കേരള സ്റ്റോറിയുടെ അവാർഡ് BJP ഭരിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ വർഗീയ അജണ്ടയെ പ്രോത്സാഹിപ്പിക്കാനുള്ള ശ്രമമാണെന്നാണ് വിമർശകരുടെ ആരോപണം.
എന്നാൽ ദേശീയ പുരസ്കാര ജൂറിയുടെ തീരുമാനം സിനിമയുടെ സാങ്കേതിക മികവിനെയും കലാപരമായ നേട്ടങ്ങളെയും അടിസ്ഥാനമാക്കിയാണ് എന്നാണ് അവാർഡിനെ പിന്തുണയ്ക്കുന്നവർ വാദിക്കുന്നത്.